നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ആരാവനെ? എനിക്കറിയില്ല. അവരിൽ ഒരാളെ എനിക്കറിയാം. എബ്രഹാം, നിങ്ങളുടെ സഹപ്രവർത്തകർ. സത്യസന്ധമായി അധ്വാനിച്ച് നേടുന്നതേ നിലനിൽക്കൂ. ചതിച്ചും പറ്റിച്ചും കുറുക്കു വഴിയിലൂടെ നേടുന്നത് കഴിവുകെട്ട ഭീരുക്കളുടെ ലക്ഷണമാണ്. അതെ, കഴിവ് കെട്ടവനാണ്, ഭീരുവാണ്, ചതിയനാണ്. അങ്ങനെ ആക്കിയത് ആരാണ്? നിങ്ങളാണ്. ചെറുപ്പം മുതലേ ഒരു സ്വാതന്ത്ര്യം തരാണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാണ്ട് കഴിവ് കെട്ടവനായിട്ട് വളർത്തിയതാരാണ്? നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി എന്നെ ഒരു ജോലിക്കും വരാണ്ട് നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു പാവയെ പോലെ പിടിച്ചു നിർത്തി. വർഷം സത്യസന്ധമായിട്ട് അധ്വാനിക്കേണ്ട 8 വർഷമാണ് എന്റെ പോയത്. സത്യത്തിൽ ഞാൻ ആരായിരുന്നു? നിങ്ങൾക്ക് ജോലിക്കാരനോ അസിസ്റ്റന്റോ? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതോ ബോംബെയിലേക്ക്. അത് ഇവളുടെ കീഴിൽ കൈതയെ പോലെ ചത്ത് പണിയെടുത്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മുന്നിൽ വന്നൊരു കുറുക്കു ഞാൻ സ്വീകരിച്ചു. ഇരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നോ അല്ല ഞാൻ. ഇവളുടെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അപമാനവും വേദനയും കണ്ണുമ്പി വെച്ച് കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ നന്നാവില്ല. ഇവളെ അടുത്തറിഞ്ഞ് ഇവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ചതിക്കാൻ തോന്നിയില്ല. അതിനാണ് ഞാൻ ആ വൃത്തികെട്ടവനോട് വഴക്കുണ്ടാക്കിയത്. ഇതൊന്നും നിങ്ങളെ വിശ്വസിക്കേണ്ട കാര്യമില്ല. എനിക്ക് അത്ര വെറുപ്പാ നിങ്ങളെ. നീ അച്ഛനോട് ക്ഷമിക്കുമോ? നിന്റെ മനസ്സിൽ ഇത്ര ശത്രുതയുണ്ടെന്ന് ഈ അച്ഛൻ അറിഞ്ഞിരുന്നില്ല. ഇതിലെ ഏക ആന്തരിയായതുകൊണ്ട് നീ ജനിച്ച നിമിഷം മുതൽ എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. ഒരു താങ്ങായി എൻ്റെ മോൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ സ്വാർത്ഥതയായിരുന്നു. സ്വാർത്ഥതകൾക്കിടയിൽ നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഞാൻ കണ്ടില്ല.